മുന്നോട്ടുള്ള ഇതിന് നാളെ മുതൽ ആരംഭിക്കുന്ന പുതിയ വർഷങ്ങൾ, പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആരംഭിക്കാൻ പോകാം. ഇവിടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ കർത്താവിൻ്റെ കാരുണ്യത്തിലും കൃപയിലൊക്കെ സമർപ്പിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ വർഷത്തിൻ്റെ അവസാനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ യോഹന്നാൻ ശ്ലീഹ പറയും നമ്മൾ അന്ത്യകാലത്തിലാണ് നിൽക്കുന്നത്. അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുക. ശരിയാണ്, അവസാന കാലമാകുമ്പോൾ വിശ്വാസത്യാഗമുണ്ടാകും, മാതാപിതാക്കളെ അനുസരിക്കാത്തവരുണ്ടാകും, ദൈവനിഷേധികളുണ്ടാകും. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളും കലാപങ്ങളും രോഗങ്ങളും വ്യാധികളും ഒക്കെ ഉണ്ടാകുമെന്ന് വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈ അന്ത്യകാലത്തിന്റെ അടയാളങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ചുമ്മാ ഒരു വർഷം നമ്മുടെ തീർന്നു, വർഷത്തിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ആത്മീയ മണ്ഡലത്തിൽ ജീവിതം ലോകം ഒക്കെ കടന്നു പോകുന്ന ഒരു അന്ത്യകാലത്തിന്റെ കുറിച്ചുകൂടി ഒരു ചിന്ത നമ്മൾ സൂക്ഷിക്കണം എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യാജ പ്രവാചകന്മാരെ ശ്രദ്ധിക്കണം. ആത്മീയ മണ്ഡലങ്ങളിൽ പോലും ഇന്ന് പറ്റിക്കപ്പെടുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദി ഒരു ഭർത്താവിനോട് പറഞ്ഞു, ഒരു കോഴിയെ പൂവൻ കോഴിയെ കൊണ്ട് വിഴുങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി വിഴുങ്ങി അവസാനം തൊണ്ടേ കൂടി തട്ടിപ്പോയി. പൂവൻ കോഴിയെ വിഴുങ്ങി എവിടെയെങ്കിലും എത്തണ്ടേ? ഇങ്ങനെയൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസവും യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാപദ്ധതിയെക്കുറിച്ചും നിത്യസ്നേഹത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എന്നിട്ട് യോഹന്നാൻ ശ്ലീഹ കൂട്ടിച്ചേർക്കുകയാണ്, അന്ത്യക്രിസ്തുവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതായത് ദ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ്. ക്രിസ്തുവിന് എതിരായി നിൽക്കുന്നതിനെല്ലാം ശ്രദ്ധിക്കണമെന്നാണ്. ചിലപ്പോൾ നമ്മുടെ സംസാരമാകാം, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകെട്ടാകാം, നമ്മുടെ ബന്ധങ്ങളാകാം, നമ്മുടെ ചില തീരുമാനങ്ങളാകാം, നമ്മുടെ ജോലി സാധ്യതകളോ വരുമാന മാർഗങ്ങളാകാം. എന്തുവാകട്ടെ, ക്രിസ്തുവിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുന്നതിനാണ് അന്തിക്രിസ്തു എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പാപത്തിലേക്കും പൈശാചികതയിലേക്കും തിന്മയിലേക്കും ഒക്കെ ഇത് നമ്മൾ വലിച്ചടയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിലേക്ക് വരും, പറയുകയാണ് നിങ്ങൾ ദൈവ മക്കളായിട്ട് ജീവിക്കുക. പിന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ യേശുക്രിസ്തുവിനെ ഒരു ദൈവ പൈതൽ അംഗീകരിച്ചു കഴിയുമ്പോൾ അവൻ ദൈവത്തിന്റെ മകനും മകളുമായിട്ട് രൂപപ്പെടുകയാണ്. ഈ ഒരു വർഷം കടന്നു പോകുമ്പോൾ, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ തരുന്ന ഈ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവ മക്കളായി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.